ഈ അധിനിവേശം തെറ്റാണ്. കാരണം ഇത് യൂറോപ്യരാണ്, വെള്ളക്കാരാണ്, നീലക്കണ്ണും സ്വർണ്ണ തലമുടിയുമുള്ളവരാണ്. വംശീയതയുടെ തോട് പൊട്ടിച്ച് യുക്രൈൻ. ചെറുത്തുനിൽപ്പ് ചങ്കൂറ്റമാണ് യുക്രൈനിലെങ്കിൽ അത് ഭീകരതയാണ് ഫലസ്തീനിലെങ്കിൽ. ചാനൽ സ്ക്രീനുകളിലെ ചില രസക്കാഴ്ചകൾ. സ്വാഗതം, ഇത് മീഡിയ സ്കാൻ. യുക്രൈനിൽ റഷ്യയുടെ അതിക്രമം, ക്രൂരമായ കശാപ്പ്, അഭയം തേടുന്നവരുടെ നെട്ടോട്ടം. ഇതേസമയം ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളിലോ പരസ്യമായ വംശീയതയും വർഗീയതയും. ഒരു ഉദാഹരണം ഇതാ. യൂറോപ്പിൽ ഇതിനു മുൻപ് യുദ്ധവും അഭയാർത്ഥി പ്രശ്നവും ഉണ്ടായ 2015 അഭയാർത്ഥികളെ അടുപ്പിക്കാതിരുന്ന പോളണ്ട് ഇപ്പോൾ യുക്രൈൻ അഭയാർത്ഥികളെ വരവേൽക്കാൻ കാരണമെന്ത്? NBC റിപ്പോർട്ടർ കെല്ലി കോബിയല പറയുന്നു, രണ്ടും ഒരുപോലെയല്ല. അന്ന് സിറിയക്കാരായിരുന്നു അഭയാർത്ഥികൾ, ഇന്ന് യുക്രൈൻകാർ, ക്രിസ്ത്യാനികൾ, വെള്ളക്കാർ. ഇവരെ എടുക്കാതിരിക്കുന്നത് എങ്ങനെ എന്ന് ധ്വനി. When you look at what happened in the last refugee crisis in Europe back in 2015, Poland was one of the EU countries that, was hesitant to take in refugees. Talk about what has changed. Just to put it bluntly, these are not refugees from Syria. These are refugees from neighboring Ukraine. I mean, that, quite frankly, is part of it. These are Christians, they're white, they're... ഈ US ചാനൽ ലേഖികയുടെ അഭിപ്രായത്തിൽ അഭയത്തിന് അർഹത കിട്ടാൻ വെള്ളക്കാരും ക്രിസ്ത്യാനികളുമാകണം. മറ്റൊരു ചാനലായ CBS ന്യൂസിൽ റിപ്പോർട്ടർ ചാർലി ഡെഗാട്ടയും പറയുന്നു, ഇത് വല്ല ഇറാഖുകാരും അഫ്ഗാൻകാരുമല്ല, സംസ്കാരമുള്ള യുക്രൈൻകാരാണ്. Isn't a place, with all due respect, like Iraq or Afghanistan. This is a relatively civilized, relatively European, I have to choose those words carefully too, city where you wouldn't expect that or hope that it's going to happen. BBCയിൽ യുക്രൈൻ്റെ മുൻ പ്രോസിക്യൂട്ടർ ജനറലിന് ശരിക്കും സങ്കടം വരുന്നത് നീലക്കണ്ണും സ്വർണ്ണ തലമുടിയുമുള്ള യൂറോപ്യർ കൊല്ലപ്പെടുന്നതിലാണത്രേ. It's very emotional for me because I see European people with blue eyes and blonde hair being killed. അൽ ജസീറയിൽ വാർത്താ അവതാരകൻ പീറ്റർ ഡോബിക്കും യൂറോപ്യന്മാരാണല്ലോ കഷ്ടപ്പെടുന്നത്, വല്ല ആഫ്രിക്കക്കാരുമല്ലല്ലോ എന്നതിലാണ് സങ്കടം. Not people trying to get away from areas in North Africa. They look like any European family that you would live next door to. ബ്രിട്ടനിലെ ITV ന്യൂസ് ലേഖിക ലൂസി വാട്സൺ ഒട്ട് പുച്ഛത്തോടെ പറയുന്നു, ഇത് വല്ല വികസ്വര മൂന്നാം ലോക രാജ്യക്കാരല്ല, യൂറോപ്യന്മാരാണ്. Not a developing third world nation. This is Europe. വെള്ളക്കാരല്ലാത്തവരെ മനുഷ്യരായി പോലും കണക്കാക്കാതിരുന്ന കോളനി കാലത്തെ മനസ്സുമായിട്ടാണ് മുന്തിയ മാധ്യമപ്രവർത്തകർ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എന്നർത്ഥം. രക്ഷിക്കപ്പെടണമെങ്കിൽ നീലക്കണ്ണും സ്വർണ്ണമുടിയുമുള്ള അസൽ യൂറോപ്യരാകണം. I see European people with blue eyes and blonde hair being killed. ഇറാഖും അഫ്ഗാനിസ്ഥാനും പോലുള്ള നാടുകളിൽ നിന്നുള്ളവരാകരുത്. But this isn't a place, with all due respect, like Iraq or Afghanistan that has seen conflict raging for decades. This is a relatively civilized, relatively European, I have to choose those words carefully too, city where you wouldn't expect that or hope that it's going to happen. സിറിയക്കാർ പറ്റില്ല, ക്രിസ്ത്യാനികളും വെള്ളക്കാരുമായ യൂറോപ്യരായതുകൊണ്ട് യുക്രൈൻകാർക്ക് അഭയം നൽകണം. Are not refugees from Syria. These are refugees from neighboring Ukraine. I mean, that, quite frankly, is part of it. These are Christians, they're white, they're very similar to many people who live in... രക്ഷിക്കപ്പെടാൻ ഇടത്തരക്കാരെങ്കിലും ആകണം, മിഡിൽ ഈസ്റ്റുകാരാണെങ്കിൽ പറ്റില്ല. Prosperous, I'm loath to use the expression, these are prosperous middle-class people. These are not obviously refugees trying to get away from areas in the Middle East that are still in a big state of war. These are not people trying to get away from areas in North Africa. They look like any European family that you would live next door to. ഇത്ര മുരത്ത വംശീയത വ്യാപകമായി വിമർശിക്കപ്പെട്ടു. ആധുനിക യൂറോപ്പിൻ്റെ കുടുസായ ഉള്ള് പുറത്തു വന്നു എന്ന് ചിലർ. യുക്രൈനെ സഹായിക്കണം, പക്ഷേ വെള്ളക്കാരും യൂറോപ്യരുമായതുകൊണ്ടല്ല, മനുഷ്യരായതുകൊണ്ട്. Now the unthinkable has happened to them. And this is not a developing third world nation. This is Europe.
I mean, first off, Europe has been home to some of the worst wars and worst war crimes in human history. I mean, the Holocaust. So why this surprise that bad things are happening in Europe? And second, when they say, oh, civilized cities, and in another clip, well-dressed people, and this is not the third world, they really mean white people, don't they? The reason they seem to want us to care more about Ukraine, and we should care about Ukraine, but not because they're white Europeans. That shouldn't be the reason we care about Ukraine. നീലക്കണ്ണും സ്വർണ്ണമുടിയുമുള്ളവരെ രക്ഷിക്കണമെന്ന് BBC ചാനലിൽ പറഞ്ഞത് അതിഥിയാണെങ്കിലും അവതാരകൻ വിയോജിച്ചില്ല. ബിയോണ്ട് ചാനലിൽ പാൽക്കി ശർമ്മ. European people with blue eyes and blonde hair being killed. People with blue eyes and blonde hair. That is why the so-called expert on the BBC is emotional, not because the people are homeless, not because their country is being invaded, but because their hair is blonde. CBS ന്യൂസ് റിപ്പോർട്ടർക്ക് യുദ്ധം ഞെട്ടലുണ്ടാക്കുന്നത് അത് വിനാശകരമായതുകൊണ്ടല്ല, യൂറോപ്പിലായതുകൊണ്ട് മാത്രം. Their reporter is appalled by the war, not because there is death and destruction, but because it is happening in Europe. Like Iraq or Afghanistan, this is a relatively civilized, relatively European. അദ്ദേഹം പിന്നീട് മാപ്പ് പറഞ്ഞു. I just wanted to clarify something I said yesterday in describing the conflict here. I spoke in a way that I regret, and for that, I'm sorry. What I'd hope to convey is that what's unique about the fighting underway here is that this country has not really seen this scale of war in recent years, unlike some conflicts. അൽ ജസീറയും ക്ഷമാപണം നടത്തി നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചു. ഫ്രഞ്ച് ചാനലായ BFM-ഉം സിറിയക്കാരെ പോലെയല്ല യൂറോപ്യർ എന്ന വംശീയ നിലപാട് ആവർത്തിച്ചു. S'il y a un afflux de ne serait-ce que quelques centaines de milliers de réfugiés qui viennent d'Ukraine et qui vont dans d'autres pays européens, comment est-ce qu'on les accueille? On sait que l'Allemagne, par exemple, a déjà envisagé d'aider la Pologne. യുക്രൈൻകാരല്ലാത്ത അഭയാർത്ഥികൾ ഭീകരർ വരെ ആകാമെന്ന് ബൾഗേറിയൻ പ്രധാനമന്ത്രി തന്നെ പറയുമ്പോൾ വംശീയത മാധ്യമങ്ങളിൽ മാത്രമല്ല എന്ന് തെളിയുന്നു ബിയോണ്ട് ചാനലിൽ നിന്ന്. We were not sure about their identity, people with unclear pasts who could have been even terrorists. That was a European head of state. He is openly calling West Asian refugees terrorists. If this does not expose Western hypocrisy, nothing does. They invaded Asian and African countries, they waged war, they committed war crimes, and when the people fled, they shut their borders. ഏതായാലും വ്യാപകമായ വംശീയ വിവേചനം പുറത്തു വരാൻ യുക്രൈൻ അധിനിവേശം നിമിത്തമായി. അതിനെതിരെ വിമർശനങ്ങളും ധാരാളം വന്നു. മനുഷ്യത്വമാണ് വംശമല്ല നോക്കേണ്ടത്. പടിഞ്ഞാറൻ മാധ്യമങ്ങൾ വിശേഷിച്ചും വംശീയത പുലർത്തുന്നു. ക്യാമറ തിരിയുക വെളുത്തവരിലേക്ക് മാത്രം. ഒരുപക്ഷെ മുൻപൊരിക്കലും മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും പ്രത്യേകിച്ച് പടിഞ്ഞാറുള്ളവർ ഇത്ര വ്യക്തമായി സ്വന്തം വംശീയ മുഖം പുറത്തു കാണിച്ചിട്ടുണ്ടാകില്ല. ഇത്ര വ്യക്തമായി അത് പൊതുസമൂഹത്തിൻ്റെ കണ്ണാടിയിൽ തെളിഞ്ഞിട്ടുണ്ടാകില്ല. യുക്രൈനിൽ മാത്രം പരിമിതപ്പെടേണ്ടതുമല്ല ഈ തിരിച്ചറിവ്. ഏഷ്യക്കാരിലോ ആഫ്രിക്കക്കാരിലോ ഉള്ളതിലേറെ വർഗീയത യൂറോപ്യരിൽ ഉണ്ടെന്ന് അവർ തന്നെ തിരിച്ചറിയുന്നു. ഫ്രഞ്ച് ഭാഷയിൽ മാത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ചാനൽ വർഗീയതയുടെ ഒരു സാമ്പിൾ ഒരാൾ ശേഖരിച്ചത് ശ്രദ്ധിക്കുക. ഫ്രഞ്ച് ഭാഷ അറിയില്ലെങ്കിലും വംശവെറിയുടെ ഇസ്തിരിയിട്ട മുഖങ്ങളൊന്ന് കാണാം. Ça sera sans doute une immigration de grande qualité, en revanche. Ce seront des intellectuels. Parce que ce sont des Européens de culture, même si on n'est pas dans l'Union européenne, on est avec une population qui est très proche, très voisine. On ne parle pas là de Syriens qui fuient des bombardements du régime syrien soutenu par Vladimir Poutine. On parle d'Européens qui partent à leurs voitures, qui ressemblent à nos voitures. Il y a une différence entre les Ukrainiens qui, encore une fois, participent de notre espace civilisationnel avec des populations qui appartiennent à d'autres civilisations. On aura une immigration de grande qualité dont on pourra tirer profit. Nous ne sommes pas face à des migrants qui vont passer dans une logique. നെറികേടാണ്, മനുഷ്യവിരുദ്ധമാണ് ഈ പരിഷ്കൃത വംശീയത എന്ന് മാധ്യമങ്ങളെങ്കിലും തിരിച്ചറിയുമോ? യൂറോപ്യരല്ലാത്ത അഭയാർത്ഥികളോട് അധികൃതർ ക്രൂരമായി പെരുമാറിയതായി അനുഭവസ്ഥർ പറയുന്നു. അധികൃതരെ തിരുത്തേണ്ട മാധ്യമങ്ങളുടെ അവസ്ഥയാണ് നാം കണ്ടത്. യുക്രൈൻ അധിനിവേശം പുടിൻ എന്ന വേട്ടക്കാരനെ മാത്രമല്ല കാണിച്ചു തന്നത്, വേട്ടക്കാരെ തുറന്നു കാട്ടേണ്ടവരുടെ വൃത്തികെട്ട മനസ്സുകൂടിയാണ്.